വൺ ഈസ് ഐ ആം ഗെയിം ദുൽഖറിൻ്റെ, മറ്റേത് ഖലീഫ പൃഥ്വിരാജിൻ്റെ, മറ്റേത് ബത്ലഹേം കുടുംബ യൂണിറ്റ് നിവിൻ പോളിയുടെ. രണ്ടെണ്ണം ആക്ഷൻ ജോണറാണ്, ഒരെണ്ണം ഫാമിലി ജോണറാണ്. ആ മൂന്നെണ്ണത്തിലുമുള്ള സ്പേസ് കേരളത്തിലുണ്ട്. ഒറ്റൊരു ഇതെന്താ വെച്ചാൽ ഈ സ്ക്രീനെല്ലാം ഡിവൈഡ് ചെയ്ത് പോകും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാർ, ഇപ്പോൾ ഖലീഫയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പടത്തിന് എനിക്ക് തോന്നുന്നു ഈ 3 സിനിമകളിലൊരു ഭയങ്കര രീതിയിലുള്ള ഹൈപ്പ് ആ സിനിമയ്ക്കുണ്ട്. ഇപ്പോൾ പൃഥ്വിരാജിന്റെ ഒരു സ്റ്റില്ല് വന്നാൽ പോലും അതിന്റെ മ്യൂസിക് ഒക്കെ ഇട്ട് ആ സിനിമയുടെ ഹൈപ്പ് വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ്. ആക്ഷൻ ജോണറാണ് പൃഥ്വിരാജ്, ഒരു കുറേ നാൾക്ക് ശേഷം ചെയ്യുന്നൊരു മാസ് മസാല സിനിമയാണ്. ഖലീഫയുടെ ഒരു പ്രതീക്ഷകളും അതിന്റെ ഒരു ഓപ്പണിംഗ് എസ്റ്റിമേഷനൊക്കെ എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞില്ലേ 3 പടങ്ങളുണ്ട്, അപ്പൊ സ്ക്രീൻ കൗണ്ട് കുറവായിരിക്കും. ഇറ്റ് ബി ഡിവൈഡഡ് ബിറ്റ്വീൻ ദി 3. എന്നാൽ തന്നെ ഈ മാക്സിമം ഇത് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു 400-450 സ്ക്രീൻസ് കിട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് ആ ക്രോസിന്റെ ഫിഗറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിപ്പോ കുറച്ച് ഡിവൈഡ് ചെയ്ത് പോകും. ബിക്കോസ് ദുൽഖറിന്റെ പടവും മോശമൊന്നുമില്ല. അപ്പൊ അതും ഒരു 200-250 സ്ക്രീൻസ് അത് എടുക്കും. ഇവരും ഒരു 200-250 എടുക്കും. പിന്നെ ബാക്കിയുള്ളത് ഇവരും എടുക്കും ബത്ലഹേം. അപ്പോ ഏകദേശം ഇവര് സമാസമം നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മറ്റേത് ഫാമിലി ജോണർ ആയതുകൊണ്ട് അതിനൊരു ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ ബത്ലഹേം ഈ പറയുന്ന പോലെ ഒരു വലിയ രീതിയിലുള്ള ഹൈപ്പ് ഇപ്പോൾ നിലവിലില്ലെങ്കിൽ പോലും ഒരു എന്താണ് പറയുന്നത്, ഒരു അണ്ടർഡോഗ് ആയിട്ട് വന്നൊരു ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്, വളരെ ചാൻസ് ഉണ്ട്. കാരണം 2 ആക്ഷൻ ജോണർ തമ്മിൽ തല്ലുപിടിക്കുമ്പോൾ അതിന്റെ സൈഡിലിരിക്കുന്ന ഫാമിലിക്ക് ആള് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കഴിഞ്ഞ വർഷവും നമുക്ക് അത്ര സിമിലർ സിറ്റുവേഷൻ ആയിരുന്നല്ലോ. ഒരു ഭാഗത്ത് ഹൃദയപൂർവ്വം, ഒരു ഭാഗത്ത് ലോക. അത്തരത്തിലൊരു ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ഒരു നല്ല കോമ്പറ്റീഷനാണ് ഈ 3 പേര് തമ്മിൽ. അതിൽ വിന്നർ ടേക്സ് ഓൾ. ഒരു സ്ക്രീൻ കൗണ്ടിന്റെ കാര്യത്തിലാണ് നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഏത് സിനിമയ്ക്ക് നല്ല സ്ക്രീൻ പോകുന്നുള്ള ഒരു കൺഫ്യൂഷൻ. അല്ല, സ്ക്രീൻസ് ഒക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇപ്പൊ 2 സിനിമകളായിരുന്നെങ്കിൽ കിട്ടിയാനെ. ഇപ്പൊ 3ാമതും കൂടി വന്നപ്പോ സ്ക്രീൻ കൗണ്ട് ആക്ച്വലി കുറയും. ഇതിനിടയ്ക്ക് വേറൊരു സിനിമയും കൂടെ ഉണ്ട്, ടോക്സിക് വരുന്നുണ്ട് 26-ാം തീയതി. അത് 26-ാം തീയതിയാണ്. അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അത് മാനേജ് ചെയ്യാനുള്ളത്. സ്റ്റിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 3 സിനിമയ്ക്കും പോസിറ്റീവ് റിവ്യൂ കിട്ടുമെന്ന് വിചാരിക്കുക. ടോക്സിക്കിന് ബുദ്ധിമുട്ട് വരും. ടോക്സിക് ഒരു വല്ലാത്ത ഡേറ്റിലാണ്. ഓഫ് കോഴ്സ് കേരളം മാത്രമേ ആ പ്രോബ്ലം ഉള്ളൂ.